സംഗമം കൾച്ചറൽ ഫോറം അവതരിപ്പിക്കുന്ന സാറ്റർഡേ ഇൻസൈറ്റ് പ്രോഗ്രാമായ വിജ്ഞാന പ്രഭാഷണം എന്ന പരിപാടിയിലാണ് നാം ഏവരും ഉള്ളത്. ഈ മാസത്തെ വിഷയം എന്ന് പറയുന്നത് മനുഷ്യനും സംഘടിത ജീവിതവും എന്നതാണ്. എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ്. ആദ്യമായി മനുഷ്യനും സംഘടിത ജീവിതവും എന്ന വിഷയത്തിൽ നമുക്ക് പ്രഭാഷണം നടത്താൻ എത്തിയ മെയ്മ PP, തനിമ വനിതാ വിഭാഗം വെസ്റ്റേൺ പ്രൊവിൻസ് അംഗം ജിദ്ദ, അവരെ എന്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും നന്മ വെൽഫെയർ സൊസൈറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം പറയുന്നു. അടുത്തതായി നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന റുക്സാന തഹ, സംഗമം കൾച്ചറൽ ഫോറം ചെയർമാൻ, അവരെയും ഞാൻ എന്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും സ്വാഗതം പറയുന്നു. നമ്മുടെ ഈ പരിപാടിയിലെത്തിയ നന്മ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ഫാസിന ബഷീർ, വൈസ് പ്രസിഡന്റ് KM അഷ്ഫാഖ്, സൊസൈറ്റി സെക്രട്ടറി അബ്ദുറഹീം എന്നിവർക്കും ഞാൻ എന്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും സ്വാഗതം പറയുന്നു. കൂടാതെ നമ്മുടെ പരിപാടിയിൽ നന്ദി പറയുന്ന ഷഹാന, സംഗമം കൾച്ചറൽ ഫോറം കോർ ടീം അംഗമായ ഷഹാനയ്ക്കും ഞാൻ എന്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും സ്വാഗതം പറയുന്നു. കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കാനെത്തിയ എല്ലാ സംഗമം കൾച്ചറൽ ഫോറം അംഗങ്ങൾക്കും മറ്റ് അയൽക്കൂട്ടം അംഗങ്ങൾക്കും ഞാൻ എന്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും സ്വാഗതം പറയുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് റുക്സാന തഹയെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമായി വിവിധതരം പരിപാടികളാണ് നടത്തി വരുന്നത്. അതിൽ സാറ്റർഡേ ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലാണ് നാം ഇവരും ഒരുമിച്ചിട്ടുള്ളത്. അതിലെ വിജ്ഞാന പ്രഭാഷണം മനുഷ്യനും സംഘടിത ജീവിതവും എന്ന വിഷയമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. വിഷയാവതരണത്തിനായി മെയ്മ PP, തനിമ വനിതാ വിഭാഗം വെസ്റ്റേൺ പ്രൊവിൻസ് അംഗം ജിദ്ദ, അവരെ വളരെ സ്നേഹാദരപൂർവ്വം ആ വിഷയാവതരണത്തിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കാം. തുടങ്ങട്ടെ അല്ലേ? അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സദഖല്ലാഹുൽ അലിയ്യുൽ അസീം. വളരെയേറെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷ, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ സഹോദരി, എല്ലാവർക്കും പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും സദാ വർഷിക്കുമാറാകട്ടെ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മളോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ, മനുഷ്യനും സംഘടിത ജീവിതവും എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം മാത്രം സംസാരിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ. ഞാൻ മനസ്സിലാക്കുന്നു, ഇതുപോലെ പലതരത്തിലുള്ള വിജ്ഞാനപ്രദമായ വിഷയങ്ങൾ നിങ്ങളുടെ ഈ ഒരു കൾച്ചർ വേദിയിലൂടെ നടത്തി വരാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു നിങ്ങളുടെ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അഥവാ മനുഷ്യനും സംഘടിത ജീവിതവും. മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം,
ഈ വിശുദ്ധ ഖുറാന്റെ ഏതാനും വചനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി വെച്ചത്. അതിൽ പ്രതിപാദിക്കുന്നത് തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പ്, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അതിനെ വിവിധ വർഗങ്ങളും ഗോത്രങ്ങളുമാക്കി തിരിച്ചത് അത് പരസ്പരം നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്നതാണ് ഞാൻ ഓതി വെച്ച ആ ഒരു ഖുറാനിക വാക്യങ്ങളുടെ അർത്ഥം എന്ന് നിങ്ങൾക്ക് പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം. എങ്കിലും നമ്മൾ മനുഷ്യനെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരും ഓരോ ശിശുവായി പിറന്നു വീഴുകയാണല്ലോ, ഈ ഭൂലോകത്ത് പിറന്നു വീഴുകയാണല്ലോ. ഓരോ ശിശുവും ഓരോ കുഞ്ഞും അമ്മയുടെ മടിത്തട്ട് ഒരു കുഞ്ഞിന് എത്രത്തോളം സംരക്ഷണവും തണലും അതുപോലെ പിന്നെ കരുതലും ഒക്കെ ലഭിക്കുന്നുവോ, ഓരോ ശിശുവിനും അമ്മയുടെ മടിത്തട്ട് ഇതൊക്കെ എത്രത്തോളം നൽകുന്നുവോ അതേപോലെ തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹം അതിന് സംരക്ഷണവും തണലും അതുപോലെ കരുതലും പരിഗണനയും ഒക്കെ നൽകേണ്ടത് എന്നത് നമുക്കെല്ലാവർക്കും പകൽ വെളിച്ചം പോലെ നഗ്നമായ ഒരു സത്യമാണ്. ഓരോ മനുഷ്യനും നമുക്കറിയാം ഒരുപാട് ജന്മവാസനയോട് കൂടിയും ഒരുപാട് സിദ്ധികളോട് കൂടിയുമാണ് ഓരോ മനുഷ്യനും ഈ ലോകത്ത് പിറന്നു വീഴുന്നത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് ദൈവം ഓരോരുത്തർക്കും നിക്ഷേപിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കണം, എനിക്ക് തന്ന ഒരു കഴിവ്, നിങ്ങൾ ഓരോരുത്തർക്കും തന്ന പലതരം കഴിവുകൾ, ഇതൊക്കെ ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ ഭൂലോകത്ത് ജീവിക്കുക സാധ്യമാണോ? ഒരുവൻ ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ടാവണം, ഒരുവൻ ഒരുപാട് ബുദ്ധി നൽകിയിട്ടുണ്ടാവണം, ഒരുവൻ ഒരുപാട് കായിക ശേഷി നൽകിയിട്ടുണ്ടാവണം, ഒരാൾക്ക് ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ടാവണം, സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ടാവണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സൗകര്യങ്ങളും ഓരോ തരത്തിലുള്ള കഴിവുകളുമാണ് ഓരോരുത്തരും നൽകിയിരിക്കുന്നത്. പക്ഷെ ഒരാൾക്കും ഒരു വ്യക്തിക്കും തന്റെ കഴിവ് കൊണ്ട് ഈ ഭൂലോകത്ത് ജീവിച്ചു തീർക്കുക എന്നത് അസാധ്യമായ ഒരു സംഗതിയാണ്. കാരണം നമുക്ക് ലഭിച്ച ഈ കഴിവുകൾ ഒരുപാട്, നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ജന്മസിദ്ധമായി ലഭിച്ച കഴിവുകളും അതുപോലെ നമുക്ക് ലഭിച്ച ശാരീരികമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഒക്കെ പല തരത്തിൽ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കും. പക്ഷെ അത് യഥാവിധി വിനിയോഗിക്കണമെങ്കിൽ അത് നമുക്ക് ഫലപ്രദമാകണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സമൂഹം കൂടി നമ്മോടൊപ്പം ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ പുലരിയിലും നമ്മൾ ഓരോ ദിവസം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് ഓർത്തു നോക്കുക, രാവിലെ നമ്മൾ കുടിക്കുന്ന ഒരു കപ്പ് പാൽച്ചായ അല്ലെങ്കിൽ ഒരു കോഫി, അതിന് പിന്നിൽ എത്രത്തോളം ആളുകളുടെ എഫേർട്ട് ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരുപാട് വ്യക്തികളുടെ, ഒരുപാട് കർഷകരുടെ, കച്ചവടക്കാരുടെ, തൊഴിലാളികളുടെ, അതുപോലെ അങ്ങനെ ഒരുപാട് ആളുകളുടെ കൈമാറിയാണ് നമ്മുടെ അടുക്കളയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോർ റൂമിൽ ഒരു ടീ ബാഗ് അല്ലെങ്കിൽ ഒരു ചായപ്പൊടിയുടെ പാക്കറ്റ് നമ്മുടെ അടുക്കളയിൽ ചെന്നെത്തുന്നത്. അത് നമ്മുടെ സഹജീവികളാവും, നമ്മുടെ മനുഷ്യ സുഹൃത്തുക്കളാണ് അതൊക്കെ. അതിനു പുറമെ ഈ പ്രപഞ്ചത്തിലെ മറ്റ് മൃഗങ്ങളടക്കമുള്ള ജന്തുജാലങ്ങൾ കൂടി നമ്മളോടൊപ്പം സഹകരിച്ചു കൊണ്ടാണ് പശുവോ ആടോ അങ്ങനെ വല്ല ജീവികളും കൂടി സഹകരിച്ചു കൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുടിക്കുന്ന ഒരു ഗ്ലാസ് കോഫിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ ചായക്ക് പോലും നമ്മൾ ഒരുപാട് മനുഷ്യരെയും അനവധി മനുഷ്യരെയും അതോടൊപ്പം മനുഷ്യരല്ലാത്ത മനുഷ്യേതര ജീവികളെയും നമ്മൾ ആശ്രയിക്കുന്നു എന്ന് ആ ഒരൊറ്റ കപ്പ് ചായ കുടിക്കുമ്പോൾ നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കുക സാധ്യമല്ല എന്ന് നമുക്ക് ബോധ്യമാവും. മനുഷ്യനെ ഏറ്റവും ആദിമ മനുഷ്യൻ, നമ്മൾ സാധാരണ നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ച ആദിമ മനുഷ്യനുണ്ടല്ലോ, ആദിമ മനുഷ്യൻ വെറും പച്ചിലകളും അതുപോലെ വൃക്ഷത്തിന്റെ കായ്കളും അതുപോലെ വൃക്ഷത്തിന്റെ ഇലകളും വസ്ത്രമായിട്ടും അതുപോലെ വൃക്ഷത്തിന്റെ കായ്കൾ ഭക്ഷണമായിട്ടും മാത്രം ജീവിച്ച് ശീലിച്ച ആ ഒരു മനുഷ്യ വിഭാഗം പോലും അവര്
ഗുഹക്കുള്ളിൽ പുറം ലോകം എന്തെന്നറിയാതെ ഈ ഒരു വൃക്ഷത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ സാധാരണ സോഷ്യൽ സയൻസിൽ പഠിക്കാറുണ്ടല്ലോ. അന്ന് പോലും അവർ ഗുഹക്കുള്ളിൽ ജീവിച്ചിരുന്നത് കുടുംബവുമൊത്തായിരുന്നു. ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം അന്ന് മുതലേ സാധ്യമല്ലായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് മനുഷ്യര് കൃഷിയെ കുറിച്ചും അതുപോലെ വേട്ടയാടുന്നതിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി, പിന്നീട് സെറ്റിൽമെന്റിനെ കുറിച്ച് മനസ്സിലാക്കി, അങ്ങനെ മനുഷ്യന്റെ ജീവിതം നാഗരികതയിലേക്കും അങ്ങനെ പതിയെ സ്റ്റെപ്പായി മനുഷ്യൻ ഇങ്ങനെ വളർന്ന് ഇന്ന് ആഗോള സമൂഹമായിട്ട് മനുഷ്യർ പരിണമിച്ചിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യർക്ക് ആദിമ മനുഷ്യൻ മുതൽ ഇന്ന് വികസനത്തിന്റെ ഏറ്റവും കൊടുമുടിയിൽ എത്തിയിരിക്കുന്ന മനുഷ്യർക്ക് പോലും നമുക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കില്ല. എന്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും ഇപ്പോഴുള്ള മൊബൈൽ ഫോൺ, നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോണിന് പിന്നിൽ എത്ര എഞ്ചിനീയർമാർ, എത്ര ടെക്നീഷ്യന്മാര്, എത്ര കച്ചവടക്കാര്, അങ്ങനെ എത്ര ആളുകൾ ഇതിന് പിന്നിൽ എഫേർട്ട് എടുത്തിട്ടാണ് ഞാനും നിങ്ങളും അതുപോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ്, ഇതിനൊക്കെ നമ്മൾ എത്ര ആളുകളെ ആശ്രയിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾക്ക് ഒറ്റക്കായി ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മുടെ നിത്യോപയോഗ സാധനം മുതൽ നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ മുതൽ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, നമ്മൾ അഹങ്കാരത്തോടുകൂടി ആഡംബരത്തോടുകൂടി നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പാർപ്പിടം, അതിന് പിന്നിൽ എത്ര തൊഴിലാളികള്, എത്ര ആളുകളുടെ, എത്ര ആയിരക്കണക്കിന് ആളുകളുടെ, ലക്ഷക്കണക്കിന് ആളുകളുടെ എഫേർട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ വീടിന് പിന്നിലും, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് പിന്നിലും, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിന് പിന്നിലും ഒക്കെ ഒരുപാട് ജനസമൂഹങ്ങളുടെ അധ്വാനവും ഒരുപാട് ആളുകളുടെ സഹകരണവും കൊണ്ട് മാത്രമാണ് നമ്മുടെ നിത്യോപയോഗ സാമഗ്രികളും അതുപോലെ നമ്മുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരും തന്നെ ഒറ്റയാനായി ജീവിക്കുക അസാധ്യമാണ് എന്നാണ് ഈ ഉദാഹരണങ്ങളിലൂടെ, കൊച്ചു ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്. നമ്മൾ മാത്രമല്ല, നമ്മളല്ലാത്ത ജീവജാലങ്ങളും സംഘടിതമായി ജീവിക്കുന്നതായി നമുക്കൊന്ന് പ്രപഞ്ചത്തിലേക്ക് വീക്ഷിക്കുകയാണെങ്കിൽ സംഘടിതമായി ജീവിക്കുന്നതായി നമുക്ക് കാണാം. നമ്മൾ തേനീച്ച കൂടുണ്ടാക്കുന്നത് നമ്മളെല്ലാം സാധാരണ നമ്മൾ വീക്ഷിക്കാറുള്ള, നമ്മൾ കൗതുകത്തോടെ വീക്ഷിക്കുന്ന, വളരെ ആനന്ദത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുന്ന ഒരു സംഗതിയാണ് തേനീച്ചയുടെ കൂട് എന്ന് പറയുന്നത്. അതുപോലെ ഉറുമ്പുകൾ വരിയായി നീങ്ങുന്നത്, ഒരു ജാഥ പോകുന്നത് പോലെ, ഒരു മാർച്ച് നടത്തുന്നത് പോലെ ഉറുമ്പുകൾ വരിയായി നീങ്ങുന്നത് നമ്മൾ സാധാരണ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. അതുപോലെ പക്ഷികൾ രാവിലെയും വൈകുന്നേരം കൂടണയാൻ വേണ്ടി പക്ഷികൾ പോകുന്ന ഒരു കാഴ്ച മനോഹരമായ ഒരു കാഴ്ചയാണ്. കൂട്ടത്തോടു കൂടിയാണ് ആ പക്ഷികൾ അവയുടെ കൂടണയാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും മനുഷ്യനും ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് നമ്മൾ സാധാരണ ചെറുപ്പം മുതലേ പാടി പഠിച്ച പറഞ്ഞു പഠിച്ച ഒരു ആപ്തവാക്യമാണല്ലോ. അപ്പൊ എല്ലാ ജീവജാലങ്ങളെയും പോലെ തന്നെ മനുഷ്യനും ഒരു സാമൂഹ്യ ജീവിയാണ്. മനുഷ്യരെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു സംഗതിയാണ്. പലതരത്തിലും ഏതെങ്കിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ മനുഷ്യന് മറ്റൊരുവനെ ആശ്രയിക്കാതെ ജീവിക്കുക സാധ്യമല്ല എന്നാണ് പ്രപഞ്ചം ഒന്ന് വീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അഥവാ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും നമുക്ക് വളരെ സുശക്തവും സുഭദ്രവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ നമുക്ക് സമൂഹവുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അതിന്റെ രാസനാമം എന്ന് പറയുന്നത് H2O അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കെമിസ്ട്രി ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണല്ലോ. അതെന്താണ്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ് സംഗതി? അത് കത്തുന്ന വാതകമാണ്. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്സിജനോ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. പക്ഷെ കത്തുന്ന വാതകവും കത്താൻ സഹായിക്കുന്ന വാതകവുമായ ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിച്ചേർന്ന് തീയെ അണക്കാൻ പാകമായ ഒരു സംഗതിയായിട്ടാണ് മാറുന്നത്. അഥവാ വ്യത്യസ്ത ചിന്താധാരകളും വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നതും വ്യത്യസ്തമായ ചിന്തകളുള്ളതും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളതും വ്യത്യസ്തമായ നിറങ്ങളിലുള്ളതും വ്യത്യസ്തമായ കുടുംബ സാഹചര്യത്തിൽ
വളർന്നവരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്നിക്കുമ്പോഴും നമുക്കെതിരെയുള്ള ആക്രമണങ്ങളെ അല്ലെങ്കിൽ സാമൂഹികമായ പ്രത്യാഘാതങ്ങളെ സാമൂഹികമായ വിപത്തുകളെ നമുക്ക് നേരിടാൻ സാധിക്കും എന്നതാണ് ഈ ഒരു തുള്ളി ജലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ രാസനാമം നമ്മൾ പഠിക്കും, അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. കേവലം 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നാൽ ജലം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം അതിനൊരു മാനുഷികമായിട്ടുള്ള ഒരു സോഷ്യോളജിയുമായി ബന്ധപ്പെടുത്തി കൊടുത്ത് നമ്മൾ ആ ഒരു കെമിസ്ട്രി ക്ലാസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു വിശാലത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പ്രപഞ്ചത്തിൽ ഓരോന്നും നോക്കുകയാണെങ്കിൽ നമ്മൾ കെട്ടുറപ്പോടുകൂടി നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് പലതും നേടാൻ സാധിക്കും, പലതിനെയും പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനും നിങ്ങളും ജീവനുള്ള സംസാരിക്കുന്ന, കാണുന്ന, കേൾക്കുന്ന, ചലിക്കുന്ന ഞാനും നിങ്ങളും ഒരുപാട് കോശങ്ങളാൽ സെല്ലുകളാൽ നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സെല്ല് വളരെ കൃത്യമായിട്ട് അതിന്റെ കൃത്യമായ അളവിൽ അത് അതിന്റെ ഉൽപാദനം ഇങ്ങനെ കൃത്യമായ അളവിൽ നടക്കുമ്പോഴാണ് നമ്മൾ ആരോഗ്യവാന്മാരായി നമ്മൾ ചലിക്കുന്നത്. അതിന്റെ ക്രമാതീതമായി സെല്ലിന്റെ ആ വളർച്ച ക്രമാതീതമായി ആവുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ നമ്മളെ പിടികൂടി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ സമൂഹത്തിലെ നമ്മൾ ഓരോരുത്തരും ഓരോ സെല്ലുകളായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായ അളവിൽ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ സഹകരണങ്ങളും നമ്മുടെ ഓരോ കാര്യത്തിലും ഉണ്ടാവുകയാണെങ്കിൽ വളരെ ആരോഗ്യകരമായ ഒരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇല്ലാത്ത പക്ഷം അതിന്റെ അളവിൽ, അതിന്റെ സ്നേഹത്തിലും അതിന്റെ കാരുണ്യത്തിലും അതിന്റെ സഹകരണത്തിലും അതുപോലെ നിസ്സഹകരണവും അതുപോലെ അസൂയയും അങ്ങനെയുള്ള പലതും കയറിക്കൂടുകയും വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ച നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും അഥവാ കാരുണ്യവും സ്നേഹവും കാരുണ്യവും നിങ്ങളിൽ ഉണ്ടാക്കി. അഥവാ ഇണകൾക്കിടയിലാണ് പറഞ്ഞത്. ഇണകൾ ചേർന്നാണല്ലോ കുടുംബം ഉണ്ടാകുന്നത്. കുടുംബങ്ങൾ ചേർന്നാണല്ലോ ഗോത്രങ്ങളും സമൂഹങ്ങളും സമുദായങ്ങളും രാജ്യവും ഉണ്ടാകുന്നത്. അപ്പൊ ഒന്നാമത്തെ ബിന്ദുവിൽ ഈ പ്രപഞ്ചത്തിലെ ഒന്നാമത്തെ ബിന്ദുവായ ഈ കുടുംബത്തിലെ പിണതുണകൾക്കിടയിൽ ദൈവം തമ്പുരാൻ നിക്ഷേപിച്ചിരിക്കുന്ന സംഗതിയാണ് മവദ്ദത്ത് റഹ്മത്ത് അഥവാ കാരുണ്യം, സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ സമൂഹത്തിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഗോത്രത്തിന്റെ ഒരു രാജ്യത്തിന്റെ ഏറ്റവും നല്ല സുഭദ്രവും സുശക്തവുമായ ഒരു സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മവദ്ദത്ത് റഹ്മത്ത് അഥവാ സ്നേഹം, കാരുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഘടിത ജീവിതത്തിന്, മനുഷ്യന്റെ സംഘടിതമായ ഈ ഒരു ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഗതികളാണ് ഈ കാരുണ്യം, പരസ്പരം കാരുണ്യം ഉണ്ടായിരിക്കുക, പരസ്പരം സ്നേഹം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ യൂണിറ്റിലാണ് അത് നിക്ഷേപിച്ചിരിക്കുന്നത്. ദൈവം നിക്ഷേപിച്ചിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട എസൻസ് ആണ്. ദൈവം തന്നെ നിശ്ചയിച്ച എസൻസ് ആണ്. അത് വേണ്ടതുപോലെ ഉത്തേജിക്കപ്പെടാതിരിക്കുകയോ വേണ്ടതുപോലെ ഉപയോഗിക്കപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഉപയോഗിക്കാതെ മറ്റു പല സ്ഥലത്തും അത് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ ഒരു സമുദായം, ഈ ഒരു സമൂഹം താളം തെറ്റുകയോ അല്ലെങ്കിൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ക്രമാതീതമായി വളരുകയോ അല്ലെങ്കിൽ വളരേണ്ട സ്ഥലത്ത് വളരാതിരിക്കുകയോ അല്ലെങ്കിൽ മുരടിപ്പ് ബാധിക്കുകയോ അങ്ങനെ പലതും സംഭവിക്കുന്നത് ആ ഒരു സംഗതി, സ്നേഹം, കാരുണ്യം എന്ന് പറയുന്ന ആ ഒരു 2 സംഗതികൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ വേണ്ടതുപോലെ അത് വേണ്ട അളവിൽ നമുക്ക് ചെലവാക്കാൻ സാധിക്കാതിരിക്കുന്നുവോ ഒരവസ്ഥയിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് മനുഷ്യർക്കിടയിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ 2, അത് മാത്രമല്ല അള്ളാഹുവിനെ അല്ലെങ്കിൽ ദൈവത്തിന് ഏറ്റവും അനുയോജ്യമായ പേര് എന്ന് പറയുന്നതും കാരുണ്യവാൻ എന്നൊരു പേരാണ്. ദൈവത്തിന് വേണ്ടി പഠിച്ചവനും എന്നതിന് പകരമായി ഉപയോഗിച്ചൊരു നാമം എന്ന് പറയുന്നത് കാരുണ്യവാൻ എന്നതാണ്. കാരണം ഈ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് കാരുണ്യം ഒരു അമ്മയുടെ മനസ്സിൽ ഒരു കുട്ടിയോട് ഒരു കാരുണ്യം ദൈവം നിക്ഷേപിച്ചത് കൊണ്ട് മാത്രമാണ് ആ അമ്മക്ക് ഉറക്കമൊഴിയാനും ആ കുഞ്ഞിന് വേണ്ടി ത്യാഗം സഹിക്കാനും സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകുടുംബങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യനിവാസികൾ തമ്മിൽ നമുക്ക് പരസ്പരം സ്നേഹവും കാരുണ്യവും ഇല്ലെങ്കിൽ നമുക്ക് പല കാര്യത്തിലും നിസ്സഹകരണവും അതുപോലെ നമുക്ക്
പല സംഗതികളിലും വിള്ളലുണ്ടാവുകയും വിടവുണ്ടാവുകയും അത് വിളക്കി ചേർക്കാൻ സാധിക്കാതെ അതിനിടയിലൂടെ പല പല ദുർഗന്ധങ്ങളും അതുപോലെ പലതും അതിൻ്റെ ഉള്ളിലൂടെ പല കളകളും അതിനുള്ളിലൂടെ മുളച്ചു വളരുകയും ചെയ്യും. ഈ സ്നേഹവും കാരുണ്യവും കൊണ്ട് എല്ലാ വിടവുകളെയും എല്ലാ ബന്ധങ്ങളെയും ഈ ഒരു അയൽപക്ക ബന്ധമായാലും അതുപോലെ സുഹൃത്ത് ബന്ധമായാലും എന്തൊക്കെ ബന്ധങ്ങളുണ്ടോ അതിനെ വിളക്കി ചേർക്കേണ്ടത്, അതിന് ഏറ്റവും ഭദ്രമായ കോൺക്രീറ്റ് ഇടേണ്ടത് ഈ രണ്ട് ചേരുവകൾ ചേർത്തുകൊണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സംഘടിത ജീവിതമായി മാറുകയുള്ളൂ. അതാണല്ലോ പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങൾ സ്വന്തത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടുക. ഞാൻ എനിക്ക് വേണ്ടി എന്താണോ ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ഏത് തരത്തിലുള്ള സൗകര്യമാണ് ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ഏത് തരത്തിലുള്ള സാമൂഹ്യമായ ജീവിതമാണ് ഇഷ്ടപ്പെടുന്നത്, അത് മറ്റുള്ളവർക്ക് കൂടി ഞാൻ ആഗ്രഹിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വിശ്വാസം തന്നെ പൂർണ്ണമാവുക. അവിടെ വിശ്വാസത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് വല്ല ആരാധനാ കർമ്മങ്ങളോ അല്ലെങ്കിൽ ഒരു പൂജയോ അല്ലെങ്കിൽ വല്ല മന്ത്രധ്വനികൾ ഉച്ചരിക്കലോ ഒന്നുമല്ല. അതിന് പകരം മനുഷ്യരും തമ്മിലുള്ള ബന്ധവും ആത്മീയമായ അവര് തമ്മിലുള്ള ആ ഒരു മാനസികമായ അടുപ്പവും അവര് തമ്മിലുള്ള ബന്ധവുമാണ് അവിടെ വിശ്വാസവുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു മതം എന്നൊക്കെ പറയുന്നത് മതങ്ങൾ ഒരുപാട് മതങ്ങൾ നമ്മൾക്കിടയിൽ ഒരുപാട് ഒരു ബഹുസ്വര സമുദായത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അല്ലെ. പലതരം മതങ്ങളും പലതരം വിശ്വാസങ്ങളും കാത്തു സൂക്ഷിക്കുന്ന പല ആളുകളും ഇതിലുണ്ടാവും. പക്ഷെ എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്ന ഒരു സംഗതിയാണ് ഈ സ്നേഹം, കാരുണ്യം എന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, ആ ഒരു സംഘടിതമായ ഒരു ജീവിതം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ള ഒരു സംഗതി കൂടിയാണ്. നമ്മുടെ പല ആരാധനാ കർമ്മങ്ങളും നമ്മൾ വീക്ഷിക്കാറുണ്ട് അല്ലെ. പല ഉദാഹരണത്തിന് മുസ്ലിം സമുദായത്തിലെ നമസ്കാരത്തെ നമ്മൾ വീക്ഷിക്കാറുണ്ട്. നമ്മുടെ പലരും അത്ഭുതത്തോടു കൂടി പറയുന്ന ഒരു സംഗതിയാണ്. എല്ലാവരും ഒരേ വരിയിൽ ഒരേ മടമ്പുകൾ, കാലിന്റെ മടമ്പുകൾ ഒരുപോലെ അടക്കി ഒതുക്കി അച്ചടക്കത്തോടു കൂടി ഒരു സമൂഹത്തിൽ എങ്ങനെയാണോ ഒരാൾ ജീവിക്കേണ്ടത് അതിന്റെ അച്ചടക്കവും അതിന്റെ ഒരു സംയമനവും ഒക്കെ പാലിച്ചുകൊണ്ട് ഒരു നേതൃത്വത്തിന് കീഴിൽ അണികൾ എങ്ങനെ അച്ചടക്കത്തോടെ നിൽക്കണമോ, നേതൃത്വം പറയുന്നത് എങ്ങനെ അനുസരിക്കണം എന്നാണ് ഓരോ നമസ്കാരത്തിലും ഓരോ മുസ്ലിം മതവിശ്വാസിയെ പഠിപ്പിക്കുന്നത്. ആ ഒരു നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള് എന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്യുന്നത്, എന്തൊക്കെയാണോ ഉച്ചരിക്കുന്നത് അത് മാത്രമേ പിറകിലുള്ള ആളുകൾ ഉച്ചരിക്കുകയുള്ളൂ. അതിനെ അപ്പടി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഓരോ നമസ്കാരത്തിലൂടെയും ഓരോ വിശ്വാസിയെയും ദൈവം പഠിപ്പിക്കുന്നത്. അഥവാ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു നേതൃത്വം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ സ്കൂളിൽ ചെന്നാൽ നിങ്ങൾക്കൊരു ഹെഡ് മാസ്റ്റർ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ഓഫീസിൽ ചെന്നാൽ അവിടെ ഒരു മാനേജർ ഉണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടോ അവരുടെ നിർദ്ദേശങ്ങളെ അതുപോലെ പാലിക്കുക. ആ ഒരു സ്ഥാപനത്തിലെ നിയമങ്ങളെ നിങ്ങൾ എത്രത്തോളം വിലമതിക്കണമോ അത്രത്തോളം വിലമതിക്കുക. അത് ഫോളോ ചെയ്യുക. സിസ്റ്റത്തിന് വിരുദ്ധമായി, സിസ്റ്റത്തിന് പുറത്ത് നിന്നുകൊണ്ട് ചലിക്കാൻ ഒരു നമസ്കാരക്കാരൻ ഒരിക്കലും സിസ്റ്റത്തിന് വിരുദ്ധമായി ജീവിക്കുവാനോ അതുപോലെ സമൂഹത്തിൽ അങ്ങനെ പെരുമാറുവാനോ ഒരു യഥാർത്ഥ നമസ്കാരക്കാരന് സാധിക്കുകയില്ല. അതിനു വേണ്ടിയാണ് ഒരു മുസ്ലിം മതവിശ്വാസിയെ നമസ്കാരം ശീലിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സംഘടിത ജീവിതത്തിന് വേണ്ടിയിട്ട് തറക്കല്ലിടാൻ വേണ്ടിയാണ് ഓരോ വിശ്വാസിയെയും 5 നേരം നമസ്കാരം ശീലിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ അത് മാത്രമല്ല, ഒരു നമസ്കാരം ഞാൻ ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് സാധാരണ വർഷത്തിൽ ഒരിക്കൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന നോമ്പിലൂടെയും ഒരു ആഗോള മുസ്ലിങ്ങൾ ഒരുമിച്ച് സഹജീവികളുടെ നമ്മളോടൊപ്പം ജീവിക്കുന്ന പട്ടിണി പാവങ്ങളുടെ വിശപ്പ് മനസ്സിലാക്കാൻ വേണ്ടി അവരോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് അവരുടെ വിശപ്പ് നമ്മളും അതങ്ങോട്ട് ഏറ്റെടുത്തുകൊണ്ട് അതങ്ങോട്ട് ആവാഹിച്ചുകൊണ്ട് സിമ്പതിക്ക് പുറമെ എമ്പതി കൂടി നമ്മൾ അവരോട് കാണിച്ചുകൊണ്ട് നമ്മള് ആഗോളതലത്തിൽ തന്നെ അതങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. ആ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അതിനും ഉണ്ട് ഒരു ചിട്ടവട്ടവും അതുപോലെ അതിനൊരു സമയനിഷ്ഠതയും ഉണ്ട്. അപ്പൊ ഒരു സംഘടിത ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു സംഗതിയാണ് ആ ഒരു കൃത്യനിഷ്ഠത, ഒരു സമയനിഷ്ഠത എന്ന് പറയുന്നത് എന്നതാണ് ഈ ഒരു വ്രതത്തിലൂടെ നമ്മ പഠിപ്പിക്കുന്നത്. അതുപോലെ ദാനധർമ്മം, അതുപോലെ അങ്ങനെ പല സംഗതികളിലൂടെയും സൃഷ്ടാവിനെ തൃപ്തിപ്പെടുത്താൻ സൃഷ്ട സേവയാണ് പടച്ചവൻ നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ കൽപ്പനകൾ എന്ന് പറയുന്നത്.
ഈ ലോകത്തിന് ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിനെ തൃപ്തിപ്പെടുത്താൻ നമ്മുടെ കർമ്മങ്ങളിൽ എന്തെങ്കിലും വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ അതിനെ പരിഹാരമായി നിർദ്ദേശിച്ചിരിക്കുന്നത് സൃഷ്ടികൾക്ക് അന്നദാനമോ അല്ലെങ്കിൽ അങ്ങനെ വല്ല പരിഹാര മാർഗങ്ങളുമാണ് സൃഷ്ടാവ് സൃഷ്ടികൾക്ക് കൽപ്പിച്ചു പോന്നിരിക്കുന്നത്. അഥവാ സൃഷ്ടികളോട് ഒട്ടിച്ചേർന്ന് നിൽക്കാതെ നമുക്ക് സൃഷ്ടാവിലേക്ക് എത്താൻ സാധിക്കുകയില്ല. ഒരു സംഘടിതമായി അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അഥവാ അതും വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഒരു ചീർപ്പിന്റെ പല്ലുപോലെ നമ്മൾ സമന്മാരാണ്. നമ്മൾ ഓരോരുത്തരും ചീർപ്പിന്റെ പല്ലുപോലെ സമന്മാരാണ്. ആരും ആരേക്കാളും വലുതല്ല. കറുത്തവൻ വെളുത്തവനേക്കാളോ അല്ലെങ്കിൽ പണമുള്ളവൻ പാവപ്പെട്ടവനേക്കാൾ ആരും ആരേക്കാളും വലുതല്ല. കാരണം നമുക്ക് ഓരോരുത്തരും നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവേൽക്കുകയാണെങ്കിൽ, എന്റെ ഒരു വിരലിന് മുറിവേൽക്കുകയാണെങ്കിൽ എന്റെ ശരീരം മൊത്തം അതിന് സഹകരിക്കും. എന്റെ കാലിന് ഒരു മുറിവേൽക്കുകയാണ് എന്റെ ശരീരം മൊത്തം അത് പ്രയാസപ്പെടും. അതുപോലെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾ പ്രയാസപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ സർക്കിൾ എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു അയൽപക്ക ബന്ധത്തിൽ ഏതെങ്കിലും ഒരാൾ പ്രയാസപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും പ്രയാസമായി തോന്നുകയും ആ ഒരു പ്രയാസത്തിൽ എല്ലാവരും അത് സങ്കടപ്പെടുകയും അവരോട് ഐക്യദാർഢ്യപ്പെടുകയും അവരെ ആവും വിധം സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഒരു സൊസൈറ്റിയിലെ ഒരു അംഗമായി തീരുകയുള്ളൂ. നമ്മുടെ ഒരു ശരീരം പോലെ നമ്മുടെ ഒരു നമ്മള് നമ്മുടെ വിരലുകൾ നമ്മൾ ഒന്ന് കൂട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ മറ്റ് വിരലുകളും കൂടി ഇങ്ങോട്ടേക്ക് ചാഞ്ഞു വരുമല്ലോ, അല്ലെ? ഒരു വിരല് നമ്മളങ്ങോട്ട് ഒരു ചെറു വിരല് നമ്മളൊന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ മറ്റു വിരലും കൂടി ഇങ്ങോട്ടേക്ക് വരാൻ തുനിയുമല്ലോ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കയ്യിലെ വിരലുകളെ പോലെ നമ്മുടെ അയൽപക്കത്ത് അതുപോലെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ നമുക്ക് സംഘടിതമായിട്ട് സുശക്തമായിട്ട് നമുക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് അർത്ഥപൂർണമായ ഒരു ജീവിതം നമുക്കിവിടെ കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ആ ഒരു വിധത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒരുപാട് ജന്മവാസന ഉണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിന് നമ്മുടെ കഴിവുകളോ അല്ലെങ്കിൽ നമ്മുടെ സിദ്ധികളോ പരിമിതമാണ്. കാരണം മറ്റുള്ളവരുടെ കൂടി കഴിവുകൾ നമ്മളൊരു മ്യൂസിക് ഓർക്കസ്ട്ര നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പാട്ട് മനോഹരമാകണമെങ്കിൽ അതിന്റെ മ്യൂസിക്കിന്റെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നാൽ മാത്രമേ ആ ഒരു പാട്ട് മനോഹരമാവുകയുള്ളൂ. ഏതെങ്കിലും ഒരാൾ ഒന്ന് സഹകരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഒന്ന് കേടാവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് അത് യഥാവിധി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതാകെ മൊത്തത്തിൽ ആകെ കൊളാവും. അതാകെ വളരെ അതിന്റെ അതിന്റെ ഭംഗിക്കുറവ് നമ്മളെല്ലാവരും നമുക്കൊരു അലോസരപ്പെടുത്തുന്ന ഒരു ശബ്ദമായി മാറും ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഒന്ന് കേടാവുകയാണെങ്കിൽ. അതുകൊണ്ട് അപ്രകാരം തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും അവരവരുടെ കർത്തവ്യങ്ങൾ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ യഥാവധി ഉത്തരവാദിത്തങ്ങളും അതുപോലെ ഉത്തരവാദിത്തം കടപ്പാടുകളും ഉത്തരവാദിത്തം രണ്ടും ഒരു നാണയത്തിന്റെ ഇരുപുറമാണ്. എനിക്കൊരാളോട് ഒരാൾ എന്നെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ എന്നോട് അവർ കടപ്പെട്ടിരിക്കുന്നു, എന്റെ കുടുംബം എന്നോട് കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ കുടുംബം എന്നെ ബഹുമാനിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ആദ്യം അങ്ങോട്ട് കൊടുക്കേണ്ടത് ആദ്യം കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് കിട്ടാനുള്ളത് കിട്ടുള്ളൂ. അത് നമ്മൾ ഓരോ സമൂഹത്തിലെ ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടതാണ്. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ. അതാണല്ലോ പ്രവാചകൻ പറഞ്ഞത്, കുല്ലുക്കും റായും കൊല്ലുക്കും. ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അഥവാ ഓരോരുത്തരും ഒരു ഹൗസ് വൈഫായ ഒരു വീട്ടമ്മയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളുടെ വിഷയത്തിലും അവരുടെ ഭർത്താവിന്റെ വിഷയത്തിലും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വിഷയത്തിലും അവർ ഉത്തരവാദിത്തമുള്ളവരാണ്. ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം അവർ വിദ്യാർത്ഥികളെ കുറിച്ചും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ വളർച്ച മാത്രമല്ല അവരുടെ മാനസികവും അവരുടെ ധാർമ്മികവുമായ ഉന്നമനത്തിന് വേണ്ടി ഒരു അധ്യാപിക പ്രവർത്തിക്കേണ്ടതാണ്. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് ആ ഒരു രോഗികളോടൊപ്പം നിൽക്കുന്ന ബൈസ്റ്റാൻഡർമാരോടും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ കാണുന്ന എല്ലാ ഓഫീസർമാരും, അതുപോലെ നമ്മുടെ ക്രമസമാധാനം പാലിക്കുന്ന പോലീസുകാർ, അവർക്ക് അർഹിക്കുന്ന പരിഗണന സമൂഹവും കൊടുക്കണം. സമൂഹത്തിനോട് ചെയ്യേണ്ട ഉത്തരവാദിത്തം
അവരും കൊടുക്കണം. എങ്കിൽ മാത്രമേ വളരെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നമ്മുടെ സമൂഹം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ ഉത്തരവാദിത്തം ആ നേരത്തെ പറഞ്ഞ രണ്ട് സംഗതികൾ ആദ്യം നമ്മൾ അതിലേക്ക് ആ ഒരു വെള്ളവും വളവുമായിട്ട് ആ സ്നേഹവും കാരുണ്യവും നമ്മൾ ചേർക്കുകയും പിന്നെ അതിന്റെ വളർച്ചാ ഘട്ടങ്ങളിൽ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? ഉത്തരവാദിത്തങ്ങളും കടമകളും കടപ്പാടുകളുമാണ് ചേർക്കേണ്ടത്. കടമകളും കടപ്പാടുകളും അത് രണ്ടും ഒപ്പത്തിനൊപ്പം പോയാൽ മാത്രമേ അത് പിന്നെ അതിന്റെ ലക്ഷ്യപൂർത്തീകരണം സാധ്യമാകും. നമ്മൾ എല്ലാവരും ഫോട്ടോസിന്തസിസ് പഠിച്ചതാണല്ലേ, പ്രകാശ സംശ്ലേഷണം നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. അതിന്റെ ഏതെങ്കിലും ഒരു സംഗതി കുറഞ്ഞു പോവുകയാണെങ്കിൽ പ്രകാശവും എന്താണ് നമ്മൾ പഠിച്ചത്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലെ പിന്നെ വെള്ളവും അതുപോലെ ഓക്സിജനും ഒക്കെ വേണം അല്ലെ. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചെടി അതിന്റെ അന്നജം ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പൊ അതിൽ സൂര്യപ്രകാശം ഒരു ഘടകമാണ്, വെള്ളം ഒരു ഘടകമാണ്, ഒക്കെ ഘടകമാണ്. അതുപോലെ അത് മാത്രമല്ല അത് നിൽക്കാൻ പിന്നെ അതിന് ഒരു അന്നജം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പൂക്കളും കായ്കളും ഫലങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് ചേരുവകൾ ഓരോന്നോരോന്നായിട്ട് ചേർത്തെങ്കിൽ മാത്രമേ ഈ ഒരു സമൂഹം അലങ്കോലപ്പെടാതെ വളരെ മനോഹരമായിട്ട് വളരെ പിന്നെ നല്ല രീതിയിൽ സുസംഘടിതമായി സുഭദ്രമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കടമകളും കടപ്പാടുകളും അത് എത്ര വലിയവനായാലും ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളും ജോലി ഇല്ലാത്തവനായാലും പുരുഷനായാലും സ്ത്രീ ആയാലും കുട്ടികളായാലും മുതിർന്നവരായവരും ഓരോരുത്തരും അവരവര് ചെയ്യേണ്ട ഡ്യൂട്ടി. നമ്മൾ ചെറുപ്പത്തിൽ ഒരു പാട്ട് പഠിച്ചിട്ടില്ലേ, നമുക്ക് പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോ നീന്ന്. അപ്പൊ ആ ഒരു പദ്യത്തിലൂടെ നമ്മൾ എന്താ പഠിക്കുന്നത്? ആ ഒരു കുട്ടി ചോദിക്കുകയാണ്, ഓരോന്നിനോട് പോയി ചോദിക്കുക. ആദ്യം പൈങ്കിളിയോട് ചോദിക്കുകയാണ്, എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? അപ്പൊ ആ പൈങ്കിളി പറയാണ്, ഇല്ല എനിക്ക് പറ്റൂല, അല്ലെ എനിക്ക് കൂടുണ്ടാക്കാൻ പോകണം. അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുകയാണ്. ഒരു പട്ടിക്കുട്ടിയോട് ചോദിക്കുകയാണ്, എനിക്ക് വീട് കാക്കാൻ പോകണം എന്ന് പറയാണ്. അങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ അവരവരുടെ ഡ്യൂട്ടി പറയുകയാണ്. അപ്പൊ അവസാനം ആ കുട്ടി കളരിയിലേക്ക് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കണം എന്നാണ് നമ്മൾ ആ കൊച്ചു കവിതയിലൂടെ വളരെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ ഓരോരുത്തരും സമൂഹത്തിൽ ഓരോരുത്തരും അവരിൽ അർപ്പിതമായ കർത്തവ്യം കൃത്യമായി നിർവഹിക്കുക. അതിൽ നമ്മൾ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ചെയ്യേണ്ട പണി ചെയ്യാതിരിക്കുകയോ മറ്റാരെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതുകയോ അല്ലെങ്കിൽ ചെയ്യേണ്ടത് മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് താല്പര്യമുള്ള, ഇപ്പോൾ അങ്ങനെയാണല്ലോ, മൈ ബോഡി മൈ ചോയ്സ്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എനിക്ക് താല്പര്യമുള്ള ഞാൻ ചെയ്യും എന്നതാണല്ലോ പുതിയ കാലത്ത് സിദ്ധാന്തം എന്ന് പറയുന്നത്. അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമുള്ളതല്ല ചെയ്യേണ്ടത്. സമൂഹം എന്താണോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അത് ഞാൻ ചെയ്യുക. എന്റെ കുടുംബം എന്താണോ, എന്റെ കുടുംബത്തിന് എന്നെ കൊണ്ട് എന്ത് ആവശ്യമാണോ ഇവിടെ നിറവേറ്റപ്പെടാനുള്ളത് അത് ഞാൻ ചെയ്യുക. എങ്കിൽ മാത്രമേ എന്റെ കുടുംബമായാലും സമൂഹമായാലും അയൽപക്കബദ്ധമായാലും നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനമായാലും വളരെ വളരെ നല്ല രീതിയിൽ അത് നടന്നു പോവുകയുള്ളൂ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പം കടമകളും കടപ്പാടുകളും സ്നേഹവും കാരുണ്യവും പിന്നെ ഒത്തുചേർന്ന ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യം. അതിന് നമ്മൾ പിന്നെ എല്ലാവരും വളരെ ചെറുപ്പം മുതലേ നമ്മൾ ഓരോരുത്തരും അത് കേട്ട് പഠിച്ച് ശീലിച്ചതാണ് അല്ലെ. പിന്നെ മനുഷ്യര് സാമൂഹ്യ ജീവിയാണ് എന്ന് നമ്മൾ വളരെ ചെറുപ്പം മുതലേ കേട്ട് പഠിച്ചതാണ്. അപ്പൊ നമുക്ക് അതിന്റെ എന്താണ് ഈ സാമൂഹ്യ ജീവി എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അന്ന് മുതൽ തന്നെ നമ്മൾ എന്താണ്, നമ്മൾ ജീവജാലങ്ങളിലേക്ക് നോക്കുക, അല്ലെ, നമ്മൾ ഓരോ ജീവികളിലേക്ക് നോക്കുക. അവർക്ക് പിന്നെ ദൈവം പിന്നെ ബുദ്ധിശക്തി അഥവാ പിന്നെ നമുക്ക് നൽകിയ ബുദ്ധി, അവർക്ക് ജീവിക്കാനുള്ള ബുദ്ധി മാത്രമേ അവർക്ക് നൽകിയിട്ടുള്ളൂ. എങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായ ഒരു ജീവിതം അവര് വളരെ മനോഹരമായി കെട്ടിപ്പടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തേനീച്ച അതിന്റെ ജീവിതം വളരെ മനോഹരമായി കെട്ടിപ്പടുക്കുന്നുണ്ട്. ഉറുമ്പുകൾ അതിന് മനോഹരമായി അത് കൂട് കൂട്ടുന്നുണ്ട്. പക്ഷികൾ അതിന്റെ കൂട് വളരെ കൃത്യമായി കൂട് കൂട്ടുന്നുണ്ട്. തീറ്റകൾ തേടുന്നുണ്ട്, കൃത്യമായിട്ട് അത് ജീവിക്കുന്നുണ്ട്. അഥവാ അതിന് നിശ്ചയിച്ചു കൊടുത്ത, പ്രപഞ്ചത്തിൽ ഓരോന്നും അങ്ങനെയാണ്, നിശ്ചയിച്ച ഡ്യൂട്ടികൾ കൃത്യമായി നിർവഹിക്കുന്നു. അങ്ങനെ അത് എല്ലാ പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം വളരെ കൃത്യമായി, സൂര്യൻ ഇതുവരെ കിഴക്കേ ഉദിച്ചിട്ടുള്ളൂ, പടിഞ്ഞാറ് ഉദിച്ചിട്ടില്ല, അതിന്റെ ഡ്യൂട്ടി അത് കൃത്യമായി നിറവേറ്റുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അത് കൃത്യമായി അതിന്റെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്. കണ്ണ് കാണുകയേ ചെയ്യുകയുള്ളൂ, കേൾക്കുകയില്ല. കിഡ്നിന്റെ പണിയെ എടുക്കുകയുള്ളൂ, ഹാർട്ടിന്റെ പണി എടുക്കുകയില്ല. അപ്പൊ നമ്മുടെ സമൂഹത്തില് ഓരോ വ്യക്തിയും ശരീരത്തിലെ ഓരോ അവയവങ്ങൾ എന്ന പോലെ ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുകയും പരസ്പരം സഹകരിക്കുകയും പിന്നെ പരസ്പരം സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും വീർപ്പ് മുട്ടിക്കുകയും, അങ്ങനെയാണല്ലോ നമ്മുടെ ശരീരം. നമുക്ക് പോഷകാഹാര കുറവുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റുകളും ഒക്കെ അത് ശരീരം വലിച്ചെടുക്കും.
നമ്മുടെ ഒരു അമ്മ, നമ്മുടെ ഇതിലുള്ളത് മുഖവും സ്ത്രീകളാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു കുട്ടി ജനിക്കുമ്പോൾ, ഒരു ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വളരുമ്പോൾ എന്താണ്, അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് അതിനു വേണ്ട പ്രോട്ടീനും കാൽസ്യവും ഒക്കെ വലിച്ചെടുക്കുന്നത്. അഥവാ മറ്റൊരു ജന്മത്തിന് വേണ്ടി സ്വന്തം ശരീരത്തിൽ നിന്ന്, അതാണ് നമ്മളതിലൂടെ മനസ്സിലാക്കേണ്ടത്, സ്വന്തം ശരീരത്തിൽ നിന്ന് പ്രോട്ടീനുകളും കാൽസ്യവും വിറ്റാമിൻസും എന്തൊക്കെ വേണോ അതൊക്കെ സ്വന്തം ശരീരത്തിൽ നിന്ന് പകുത്തു നൽകുകയാണ്. അതുപോലെ നമ്മൾ തുടർന്ന് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കഴിവുകളും നമ്മുടെ സമയവും നമ്മുടെ സൗകര്യങ്ങളും അതുപോലെ നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും ഒക്കെ മറ്റുള്ളവർക്ക് കൂടി പകർത്തു കൊടുക്കുമ്പോൾ മാത്രമേ ഈ ഒരു വളരെ മനോഹരമായ രീതിയിൽ വളരെ സംഘടിത ആ ജീവിതം എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിലെയും നമ്മുടെ ജീവിതത്തിലെയും ഓരോ സംഗതി, അതാണ് ദൃഷ്ടാന്തങ്ങൾ, ഓരോ ദൃഷ്ടാന്തങ്ങളാണ് അതൊക്കെ. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുക, നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് നോക്കുക, ഓരോന്നും വീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സംഘടിതമായിട്ടുള്ള ജീവിതം നമുക്ക് ഈ പ്രകൃതിപരമായിട്ട് തന്നെ നമുക്ക് ആർക്കും, ഞാൻ എന്റെ പണമാണ്, ഞാൻ എന്റെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, അല്ലെങ്കിൽ എന്റെ ഇഷ്ടം, എന്റെ വീടാണ്, അത് അവിടെ എന്റെ നിയമം നടപ്പാക്കും, എന്റെ നാട് അല്ലെ എന്റെ പ്രദേശം അല്ലെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കത് ദീർഘകാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല. ഏതൊരുവരും ഒരുപാട് സംഗതികളെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ജന്മം തന്നെ അങ്ങനെയാണല്ലോ. നമ്മുടെ ശരീരം തന്നെ നമ്മളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതല്ല, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. അഥവാ മണ്ണിൽ എന്തൊക്കെയുണ്ടോ, ഫോസ്ഫറസും മാഗ്നീഷ്യവും കാൽസ്യവും അയോണും എന്തൊക്കെ ഘടകങ്ങളും മണ്ണിലുണ്ടോ അതൊക്കെ ചേർന്നുകൊണ്ട് അവരൊക്കെ നമുക്ക് ഒരുപാട് സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്നിങ്ങനെ ആരോഗ്യത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത ഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് ആളുകളുടെ സേവനങ്ങളും ഒരുപാട് ആളുകളുടെ സഹകരണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് എന്റെ കഴിവ് ഞാൻ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കും. എന്റെ സമ്പത്ത് അല്ലെങ്കിൽ എന്റെ സമയം അതുപോലെ മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുക്കേണ്ട സംഗതി ഞാൻ വകവെച്ച് കൊടുക്കുക. മറ്റുള്ളവർക്ക് നൽകേണ്ട നമ്മുടെ പ്രായമായവർക്കും അതുപോലെ അഗതികൾക്കും അനാഥർക്കും ഒക്കെ നൽകേണ്ട പരിഗണന നൽകുക, നൽകേണ്ട സമയം നൽകുക, നൽകേണ്ട ശ്രദ്ധ നൽകുക. അങ്ങനെ ഓരോന്നും ഓരോ കരുതലായാലും ഓരോ പരിഗണനയായാലും ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. നമ്മൾ സക്കാത്ത് നൽകുമ്പോൾ നമുക്ക് 2.5% നമ്മുടെ സമ്പത്തിൽ നിന്നും നമ്മൾ പാവങ്ങൾക്ക് സക്കാത്ത് നൽകാൻ കൃത്യമായി കണക്ക് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ അത് സമ്പത്തിൽ മാത്രമല്ല, നമ്മുടെ സമയത്തിലായാലും നമ്മുടെ സ്നേഹത്തിലായാലും നമ്മുടെ പരിഗണനയിലായാലും നമ്മുടെ സംസാരത്തിലായാലും എല്ലാവർക്കും നമുക്ക് നൽകിയ ആ ഒരു സൗകര്യങ്ങളും അതുപോലെ നമുക്ക് നൽകിയ കഴിവുകളും ഓരോരുത്തർക്കും പകർത്തി നൽകുക. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവരോടും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ആ നല്ല ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ നല്ലൊരു സംഘടിതമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാവുകയുള്ളൂ. അങ്ങനെ സാധിക്കണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ ഒന്നാമതായി പറഞ്ഞ രണ്ട് സംഗതി ആയിരിക്കണം വിളക്കി ചേർക്കേണ്ടത്. പിന്നീട് നമ്മൾ അതിന് വെള്ളവും വളവുമായി ചേർക്കേണ്ടത് കടമകളും കടപ്പാടുകളുമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യകരമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ എല്ലാ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ അതിൽ ഉൾച്ചേർന്നാൽ മാത്രമേ പ്രായമായ ആളുകളെ പരിഗണിക്കുക എന്ന് പറയുന്നതും ഏറ്റവും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ്. കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ് മൂത്തവരെ ബഹുമാനിക്കുക, ഇളയവരോട് കാരുണ്യം കാണിക്കുക. എങ്കിൽ മാത്രമേ ആ സമൂഹം വളരെ നല്ല രീതിയിൽ നടന്നു പോവുകയുള്ളൂ. അത് രണ്ടും ഒരു ഒന്ന് താഴും ഒന്നും പൊന്തും, നമ്മൾ സീസോ പോലെ ഒന്ന് പൊന്തും ഒന്ന് താഴാൻ പാടില്ല. നമ്മുടെ മക്കളെ അങ്ങേയറ്റം വളരെ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി പരിചരിക്കുകയാണെങ്കിൽ അപ്പുറത്ത് കിടക്കുന്ന പ്രായമായ നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ വല്യമ്മമാരെ അവർക്ക് അർഹിക്കേണ്ട ബഹുമാനവും അർഹിക്കേണ്ട പരിഗണനയും അപ്പുറത്തും കൊടുക്കണം. അത് രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം. ഇപ്പൊ ഇന്നത്തെ പുതിയ കാലത്ത് ഓരോരുത്തരും മക്കളെ സന്തോഷിപ്പിക്കുക, മക്കളുടെ സുഖം, മക്കളുടെ വിദ്യാഭ്യാസം, അതിനു വേണ്ടി എവിടെ വേണമെങ്കിലും പറിച്ചു നടാൻ വേണ്ടിയിട്ടും എന്ത് ത്യാഗങ്ങൾ സഹിക്കാൻ വേണ്ടിയിട്ടും തയ്യാറാണ്. പക്ഷെ അതേ സമയത്ത് പ്രായമായ മാതാപിതാക്കളോ അല്ലെങ്കിൽ പ്രായമായ വല്യമ്മമാരെയോ അവരുടെ സന്തോഷവും അവരുടെ അസുഖവും അവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസങ്ങളും ആരും പരിഗണിക്കാറില്ല. പക്ഷെ ഒരേ സമയം ഒരൊറ്റ
വാക്യത്തിലാണ് രണ്ടും പ്രവാചകൻ പറഞ്ഞത്. നിങ്ങൾ പ്രായമായവരെ ബഹുമാനിക്കുക, ഇളയവരോട് കരുണ കാണിക്കുക. അത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് വളരെ മനോഹരമായ ഒരു കുടുംബജീവിതവും കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് മനോഹരമായ ഒരു സുസംഘടിതമായ സുഭദ്രമായ ഒരു സമൂഹത്തെയും സംഘടിതമായ ഒരു സമൂഹത്തെയും കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്നോട് പറഞ്ഞ സമയം കഴിഞ്ഞു. ഏതായാലും മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണെന്നും മനുഷ്യന് പലരെയും അനവധി മനുഷ്യരെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, വീക്ഷിക്കുകയാണെങ്കിൽ നമുക്കതിന് സാധിക്കും. ഈ പറഞ്ഞതും കേട്ടതും ഒരു സൽക്കർമ്മമായി പഠിച്ചവൻ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മനുഷ്യനും സംഘടിത ജീവിതവും എന്ന വിഷയത്തെ കുറിച്ച് വളരെ ഭംഗിയായി നമുക്കിവിടെ സഹോദരി നയിമ പറഞ്ഞു തന്നു. സംഘടിതമായിട്ട് ചെയ്യുന്നതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രതിഫലം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത വിഷയം വളരെ നല്ലതാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് ഒരു അയൽക്കൂട്ടത്തിന്റെ അംഗങ്ങളാണ്, നമ്മളെല്ലാം സംഘടിതമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ പൊതുപ്രവർത്തനവും നമ്മുടെ വീട്ടിലുള്ളതും എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും സംഘടിതമായി തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി മേഖലാ പഠനവേദി കോർഡിനേറ്റർ ഷഹാന നന്ദി പറയാൻ വേണ്ടി അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമായി വിവിധ തരം പരിപാടികൾ നടത്തി വരുന്നുണ്ട്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ പ്രോഗ്രാമായ വിജ്ഞാന പ്രഭാഷണമാണ് ഇവിടെ നടന്നത്. അതിൽ നന്ദി പറയലാണ് എന്റെ കർത്തവ്യം. സ്വാഗതം പറഞ്ഞ കൾച്ചറൽ ഫോറം ജോയിന്റ് കൺവീനർ നദീമയ്ക്കും, സൊസൈറ്റി പ്രസിഡന്റായ ഫാസിം തേക്കും, സൊസൈറ്റി വൈസ് പ്രസിഡന്റായ അഷ്ഫാഖ് സാഹിബിനും, സൊസൈറ്റി സെക്രട്ടറിയായ റഹീം സാഹിബിനെയും, അധ്യക്ഷ സ്ഥാനം വഹിച്ച കൾച്ചറൽ ഫോറം ചെയർമാൻ റുക്സാന താഹയെയും ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതിൽ അതിമനോഹരമായ വിഷയം അവതരിപ്പിച്ച നെയ്മ ബിബിക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന അയൽക്കൂട്ട അംഗങ്ങൾക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ ഒരു അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.